HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും നമുക്ക് എക്സാമിന് മിക്കപ്പോഴും മാറിയും തിരിഞ്ഞും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നാണ്. ഫിസിക്കൽ പോളിസി ഉണ്ടാവും, മോണിറ്ററി പോളിസി ഉണ്ടാവും. റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പോവർട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി കേട്ടോ. അതുപോലെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ മുഗളിൽ നിന്നുള്ള അക്ബറിനുമായിട്ട് ബാബറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മുഗൾ സാമ്രാജ്യം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ നമുക്ക് കേട്ടറ്റ് എക്സാമിങ് അടുത്തു അല്ലേ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമാണ് നമ്മൾ ഈ പ്രാവശ്യം എഴുതുന്നത് കേട്ടറ്റ് എക്സാം. നമുക്ക് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ട് അല്ലേ. അടുത്ത HSI വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് കേട്ടറ്റ് എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിസൾട്ട് വരും എന്നൊക്കെ നമുക്കൊരു ഹോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കേട്ടറ്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ഒരു കേട്ടറ്റ് വാങ്ങിച്ചെടുക്കണം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേട്ടിട്ട് അത്ര വലിയ ബാലികേറ മലയൊന്നുമില്ല. നമ്മൾ ശരിക്കും ഒന്ന് പരിശ്രമിച്ചാൽ, കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് കേട്ടിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ PYQ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് കേസ് ഡിഡ് ദ സുപ്രീം കോർട്ട് ഗിവ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ് ഇതിൽ ആൻസർ? കുറച്ച് ആൻസർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? In which case did the Supreme Court give the principle of basic structure of the Constitution? ഏതാണ്? കേശവാനന്ദ ഭാരതി ആണ് അല്ലെ. അപ്പൊ കേശവാനന്ദ ഭാരതി വൈസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് ഏതാണ്? ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏതാണ്? കേശവാനന്ദ ഭാരതി വൈസ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഓരോ രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ. അപ്പോൾ പ്രിയാമ്പിള് ഏത് രാജ്യത്തു നിന്നാണ്? ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അത് USA നിന്നാണ് അല്ലെ. അപ്പോൾ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് ആണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അതുപോലെ പ്രിയാമ്പിളിൽ എത്ര പ്രാവശ്യം മാത്രമാണ് അമെൻമെന്റ് നടത്തിയിട്ടുള്ളത്? ഒരു പ്രാവശ്യം മാത്രമേ അമെൻമെന്റ് നടത്തിയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ്. എന്തിലാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഹരിത വിപ്ലവം അല്ലെ. ഹരിത വിപ്ലവം എന്തിലാണ് ഫോക്കസ് ചെയ്തത്? ഏതിന്റെ പ്രൊഡക്ഷനിലാണ്? നമുക്ക് അറിയാം, വീറ്റ് ആൻഡ് റൈസ് ആണ്. വീറ്റിന്റെ റൈസിന്റെ ആ ഒരു പ്രൊഡക്ഷനിലാണ് ഹരിത വിപ്ലവം ഫോക്കസ് ചെയ്തത്. അപ്പോൾ ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ആൻഡ് റൈസ്. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? തേർഡ് ആണ് അല്ലെ. തേർഡ് 5 ഇയർ പ്ലാന്റെ സമയത്താണ്. തേർഡ് 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അതുപോലെ ഗോതമ്പ് വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ഹരിത വിപ്ലവമാണ്. അപ്പൊ തേർഡ് 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഇന്ത്യയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ എന്തിലാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവ് ദ പ്രൊഡക്ഷൻ ഓഫ് എന്താണ്? വീറ്റ് ആൻഡ് റൈസ് ആണ് കേട്ടോ. ഓക്കെ, which one of the following is a part of fiscal policy? ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും നമുക്ക് എക്സാമിന് മിക്കപ്പോഴും മാറിയും തിരിഞ്ഞും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നാണ്. ഫിസിക്കൽ പോളിസി ഉണ്ടാവും, മോണിറ്ററി പോളിസി ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ പോളിസി ആരുടെ പോളിസിയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പോൾ ഫിസിക്കൽ പോളിസി ആരാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ്. ഗവൺമെന്റിന് എന്തുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയാണ്? പബ്ലിക് ഡെപ്റ്റ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ. ഗവൺമെന്റിന്റെ പബ്ലിക് ഡെപ്റ്റുമായിട്ടും പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ടും പബ്ലിക് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ടാക്സ് ആണ് അല്ലെ. അപ്പൊ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ പോളിസി? എന്താണ്? ടാക്സ് പോളിസിയാണ് ഇതിൽ. അപ്പൊ നമുക്കറിയാം, ഗവൺമെന്റിന്റെ വരവും ഗവൺമെന്റിന്റെ ചെലവും ഗവൺമെന്റിന്റെ പൊതുകടവുമായിട്ട്, പൊതുകടം, പൊതുവരുമാനം, പൊതുചെലവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. മോണിറ്ററി പോളിസി ആരുടെ പോളിസിയാണ്? RBIയുടെ പോളിസിയാണ് അല്ലെ. മോണിറ്ററി പോളിസി RBIയുടെ പോളിസിയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഹയസ്റ്റ് പീക്ക് ഇൻ കാരക്കോറം റേഞ്ചിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? നമ്മുടെ മൗണ്ട് K2 ആണ് അല്ലെ. ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2 ആണ് ഹയസ്റ്റ് പീക്ക്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഏത് കൊടുമുടിയാണ്? എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് വെച്ചാൽ ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അതുപോലെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ ആണ് അല്ലെ. ഈ കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ
അനുസരിച്ച് ഇന്ത്യയെ നമ്മൾ നദേൺ മൗണ്ടൻ റീജിയൻസ് എന്നും അതുപോലെ നദേൺ പ്ലെയിൻസ്, പിന്നെന്താണ് പെൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ റീജിയൻ, ഡെസേർട്ട്, ഐലൻഡ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നദേൺ മൗണ്ടൻ റീജിയന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ ഏതാണ്? കിഴക്കൻ മലനിരകൾ അല്ലേ. അപ്പോൾ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നൊക്കെ എന്താണ്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കാരക്കോറും ലഡാക്കും സസ്കറും ഒക്കെ എന്താണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഈ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കൊക്കെ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഈ നമ്മുടെ പൂർവാചൽ അല്ലെങ്കിൽ എന്താണ് കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് ഈസ്റ്റേൺ ഹൈലാൻഡ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതൊക്കെയാണ് നാഗ കുന്നുകൾ, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, പിന്നെ എന്താണ് പത്കായ് ബൂം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, പത്കായ് ബൂം, അങ്ങനെ കുറേ ഹിൽസ് ഒക്കെ ഉണ്ട്. അതെന്താണ്? നമ്മുടെ ഈസ്റ്റേൺ ഹൈലാൻഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. വിച്ച് ആർട്ടിക്കൽ ഡീൽസ് വിത്ത് അമെൻഡ്മെന്റ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് ആർട്ടിക്കിൾ ആണ് അമെൻഡ്മെന്റ് പ്രൊസീജിയർ? ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ്മെന്റ് നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെ. അമെൻഡ്മെന്റ് നടത്താൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഭേദഗതി വരുത്താൻ അമെൻഡ്മെന്റ് നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ളൂ. അപ്പൊ ഈ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ കേട്ടറ്റ് നമ്മുടെ കയ്യിലിരിക്കും അല്ലെ. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം 20 മണിക്കൂർ വെച്ചാണ് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 20 മണിക്കൂർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ PYQ ഡിസ്കഷൻ അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ക്ലാസ്സുകളായിരിക്കും. അതുപോലെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്ലാസ്സുകളായിരിക്കും. നമുക്ക് ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഈ 10 ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് നമ്പറിലാണ്? 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കേട്ടിട്ടില്ല എന്ന പേരിൽ മാത്രം നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാൻ പാടില്ല? HSA എക്സാം നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവരും തന്നെ ഈ ഒരു കേട്ടറ്റ് എക്സാം എന്ത് ചെയ്യുക? ക്രാക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ഫുഡ് ടു ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈം ഇസ് കോൾഡ്. ഏതാണ്? നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആണ് അല്ലെ. അപ്പൊ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ഫുഡ് ടു ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈം ഇസ് കോൾഡ്. ഏതാണ്? നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദി ക്വസ്റ്റ്യൻ. അതുപോലെ ഈ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പോവർട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി കേട്ടോ. അത് ഓർത്ത് വെക്കുക. ആ ഒരു പദ്ധതികളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ, ആ പോവർട്ടി ലൈൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദി കുഷാന റൂളർ ആരാണ്? കനിഷ്കനാണ് അല്ലെ. കനിഷ്കൻ. Which of the following is the regulator of insurance sector in India? ഇൻഷുറൻസ് സെക്ടർ ഏതാണ്? IRDA ആണ്. ഇൻഷുറൻസ് സെക്ടർ ഏതാണ്? IRDA. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് RBI അറിയാം. RBI എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. സെൻട്രൽ ബാങ്ക് ആണ് RBI. പിന്നെ RBI എക്സാമിന് ചോദിക്കുന്നത് മോണിറ്ററി പോളിസി RBIയുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. RBIയുടെ ആസ്ഥാനം ചോദിച്ചാൽ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്താണ്. പിന്നെ നബാർഡ് 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നബാർഡ് രൂപീകൃതമായി. നബാർഡിന്റെ ആസ്ഥാനവും എവിടെയാണ്? മുംബൈയിൽ തന്നെയാണ് നബാർഡിന്റെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ നബാർഡ് കൃഷിക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ അപ്പെക്സ് ബാങ്ക് ആണ് നബാർഡ്. ഓക്കെ, അപ്പൊ നബാർഡിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതാണ് നബാർഡിന്റെ ഫുൾ ഫോം. ഇത് നോക്ക്, ഇത് തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ്. ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എർത്തിന്റെ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എർത്തിന്റെ തിന്നസ്റ്റ് ലെയർ ഏതാണ്? നമ്മുടെ ക്രസ്റ്റ് ആണ് അല്ലെ. ക്രസ്റ്റ് ആണ്. ഇത് തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഏതാണ്? ക്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇത് നോക്ക്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് അല്ലെ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്
ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് നോക്ക്, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ്. അതിനുശേഷം ക്രസ്റ്റിനുള്ളിൽ എന്ത് വരുന്നു? ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? മാൻഡിലാണ്. ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് മാൻഡിലാണ്. അതിനുശേഷം മാൻഡിലിന് ശേഷം എന്താ വരുന്നത്? കോറാണ് അല്ലെ. കോറ് തന്നെ ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഭൂമിയുടെ സ്ട്രക്ചർ പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി, തിന്നസ്റ്റ് ലെയർ ഏതാണ്? ക്രസ്റ്റ് ആണ്. രണ്ടാമത്തത് മാൻഡിലാണ്. അടുത്തത് ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫത്തേപൂർ സിക്രി വാസ് ബിൽറ്റ് ബൈ. ആരാണ് ഫത്തേപൂർ സിക്രി? അതുപോലെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ മുഗളിൽ നിന്നുള്ള അക്ബറിനുമായിട്ട് ബാബറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മുഗൾ സാമ്രാജ്യം. ഓക്കെ, ദ ഫത്തേപൂർ സിക്രി വാസ് ബിൽറ്റ് ബൈ. ഫത്തേപൂർ സിക്രി ആരാണ്? അക്ബറാണ് അല്ലെ. ഫത്തേപൂർ സിക്രി വാസ് ബിൽറ്റ് ബൈ ആരുടേതാണ്? ആരാണ് ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത്? നമ്മുടെ അക്ബറാണ്. അതിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ് അല്ലെ. മുഗൾ സാമ്രാജ്യം ബാബറാണ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ 1526 എന്താണ്? ഏത് യുദ്ധത്തിലാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെ തോൽപ്പിച്ചു? ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണ് എന്താണ് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. ഓക്കെ, അപ്പൊ ബാബറാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയിലെ ബാബർ ഏത് സാമ്രാജ്യം തുടങ്ങിയത്? മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. ഓക്കെ, which among the following is not an indirect source of information about the interior of the earth? ഏതാണ്? which among the following is not an indirect source of the information? അത് ഏതാണ് വരുന്നത്? seismic waves ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, എർത്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്ന മൈൻസ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, which article of the Indian Constitution guarantees the right to equality before the law? റൈറ്റ് ടു ഇക്വാളിറ്റി ഏത് ആർട്ടിക്കിൾ ആണ്? റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെ. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ നമുക്ക് എത്രയാണ്? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമുക്ക് നിലവിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ച സമയത്ത് നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ എടുത്തു മാറ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് റൈറ്റ് ആണ്? ലീഗൽ റൈറ്റ് ആണ്. ഇപ്പൊ നമുക്ക് നിലവിൽ എത്ര റൈറ്റ് ആണ്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഏതാണ്? റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട്, പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് അല്ലെ. അപ്പൊ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആർട്ടിക്കിൾ 32 ഇതിലാണ് സുപ്രീം കോടതിക്ക് എന്ത് നൽകുന്നത്? സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 32 ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ അതൊക്കെ ചോദിക്കും ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഇക്വാളിറ്റി 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ആണെങ്കിൽ 19 മുതൽ 22 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 മുതൽ 24 വരെയാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെയാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് 29 മുതൽ 30 വരെയാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32 ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQല് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേട്ടഡ് എക്സാമിന് വേണ്ടിയിട്ട് 10 ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഒരു ബാച്ച് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 20 മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങളെ കേട്ടിട്ട് വിൻ ചെയ്യിപ്പിക്കാൻ, കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ആ ഒരു ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു കുറച്ച് ദിവസം, ഈ ഒരു 10 ദിവസം നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ സെഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ പറഞ്ഞു. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയ നോക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുവാണ്, നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്